ഇത് കടൽക്കൂടെ ഇങ്ങനെ പോണത് കാണാൻ നല്ല രസമാണ് കേട്ടോ. ചാടി 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 നിൽക്കുന്ന സാധനമാണിത്. വലിയ സാധനമാണല്ലേ. നമ്മൾ വൺഭാഗത്തൊക്കെ വെള്ളത്തിൽ കൂടെ പോണ ജെറ്റ് സ്കൈ അല്ലേ. ഇന്ന് ജൂലൈ 16 കേട്ടോ. ഇവിടെ നേരം 7:18 രാവിലെ. കുറേ ആയി കഴിക്കിട്ട്. ഈ ഇടയ്ക്ക് പൊടിക്കാറ്റ് വരുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ വാഷ് ചെയ്തിങ്ങോട്ട് പുറത്തേക്ക് വരുമ്പോഴേക്കാരം അന്ന് വൈകിട്ട് പൊടിക്കാറ്റ്. ഇതിപ്പോൾ എന്തിനാണ് ഞാനെടുത്തത്. അപ്പോൾ വണ്ടി വിടാം. കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ കാലാവസ്ഥ നല്ലൊരു കാലാവസ്ഥ. രാവിലെ ഒരു 10 മണി വരെ ഉണ്ട് കേട്ടോ. മുമ്പേ 10 മണി വരെ ഉണ്ടായിരുന്നില്ല. ഒരു 8-9 മണി വരെ ഒരു മിതമായ കാലാവസ്ഥ ആയിരുന്നു. 9 മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ നല്ല ചൂടായിരുന്നു. ഇപ്പം അത് കുറച്ചുകൂടെ അങ്ങോട്ട് മുകൾക്ക് എത്തിയിട്ടുണ്ട്. മാത്രമല്ല ഹ്യൂമിഡിറ്റി കൂടിയിട്ടുണ്ട്. സിഗ്നൽ ഓപ്പൺ ആണ്. മിക്ക ദിവസങ്ങളും ഈ സിഗ്നൽ കുടുങ്ങാറാണ് ചെയ്യാറ്. ഒറ്റ മിനിറ്റ് അവിടെ തന്നെ ലോക്കാക്കിയിട്ടാണ് ഞാൻ പിന്നെ അവിടെ നിന്ന് എന്നെ വിടുള്ളവര്. അപ്പൊ നമ്മൾ എൻ്റെ വീട്ടിൽ നിന്ന് ഓഫീസുകളുടെ ടോട്ടൽ ദൂരം 4 കിലോമീറ്റർ ആണ്. 4 കിലോമീറ്ററിന്റെ ഉള്ളില് 2 സിഗ്നൽ കടന്നു പോകണം. 2 സിഗ്നൽ ഉണ്ട്, 2 ഫ്രീ റേറ്റ് ഉണ്ട്. 3 സിഗ്നൽ ഉണ്ട്, 2 ഫ്രീ റേറ്റ് ഉണ്ട്. തുർക്കിഷ് ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള സിഗ്നലാണ്. ഇവിടെയാണ് എപ്പോഴും കുറച്ച് ടൈം നിൽക്കാറ്. അടുത്തത് ഞാൻ എത്താൻ പോണത് റമദ സിഗ്നലാണ്. റമദ എന്ന് പറയുമ്പോൾ മുമ്പ് ഇവിടെ ഒരു റമദ മുമ്പല്ല ഇപ്പോഴും ഉണ്ട് ഹോട്ടല്, റമദ ഹോട്ടല്. ഇപ്പൊ അതിന്റെ പേര് മാറ്റി അവര് റാഡിസം ബ്ലൂ എന്നാക്കിയിട്ടുണ്ട്. പിന്നെ ഈ റാഡിസം ബ്ലൂവിന്റെ സിഗ്നൽ ഫ്രീ റേറ്റ് ആണ് കേട്ടോ. ഇന്ന് വണ്ടികൾ ഇല്ല, കുറവാണ്, തിരക്കില്ല. അല്ലെങ്കിൽ ഞാൻ അവിടെ എല്ലാം നിൽക്കേണ്ടതാണ്. ഫ്രീ റേറ്റ് ആണ്. ഈ സിഗ്നലിന്റെ റൈറ്റ് ഭാഗത്ത് കാണുന്നത് ഈ ഹോട്ടലാണ്. മുമ്പേ റമദ ഹോട്ടലായിരുന്നു റാഡിസം ബ്ലൂ എന്ന് പറഞ്ഞ ഹോട്ടല്. അതിന്റെ ലെഫ്റ്റ് സൈഡിലൊരു കിടക്കാച്ച് ബിൽഡിംഗ് ഉണ്ട്. എന്താ വെച്ചാൽ ഒരു നമ്മള് സോഡാമൂടി ഇല്ല, സോഡാമൂടി കവത്തി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും അതേപോലൊരു ഷേപ്പുള്ള ബിൽഡിംഗ്. അങ്ങനെ ഞാൻ അവിടുന്ന് വന്നിട്ട് 3ാമത്തെ സിഗ്നലും കിട്ടി. ഇനി ഞാൻ പോകാൻ പോണത് ജൈദ ബ്രിഡ്ജിന്റെ മുകളിലൂടെയാണ്. ഇന്ന് വണ്ടി ഇല്ല, താഴെയും ഓപ്പൺ ആണ്, മുകളിലും ഫ്രീ ആയിട്ട്. സിഗ്നൽ വെറുതെ കാത്തു നിൽക്കണ്ടല്ലോ. എല്ലാ സിഗ്നലും തുറന്നതാണ് വെച്ചാൽ എനിക്ക് വീട്ടിൽ നിന്ന് 3 മിനിറ്റ് മതി ഓഫീസിലെത്താൻ. ബ്രിഡ്ജിന്റെ താഴെ കൂടെ പോണേല് ആ സിഗ്നലിലൂടെ ചിലപ്പോൾ 1 മിനിറ്റ് എടുക്കേണ്ടി വരും. ഇപ്പൊ ഞാൻ അതിന്റെ മുകളിൽ കൂടെയാണ് പോകുന്നത്. ഇവിടെ ഒരു ബെൻസ് കാർ ഷോറൂം ഉണ്ട്. ബെൻസിന്റെ ഹെഡ് ഓഫീസ്, ഷോറൂം എല്ലാം ഖത്തറിലെ ഏറ്റവും വലിയ, എനിക്ക് തോന്നുന്നത് ഇതാകും ഖത്തറിലെ ഏറ്റവും വലിയ കാർ ഷോറൂം ബെൻസിന്റെ. മെഴ്സിഡീസ് ബെൻസ്, നാസർ ബിൻ ഖാലിദ് ഓട്ടോമൊബൈൽസ്. മുമ്പ് ഞാൻ വരുന്ന ടൈമില് ഇവിടെ ഒരു പെട്രോൾ സ്റ്റേഷൻ ആയിരുന്നു. പിന്നെ അത് മാറ്റി, അത് അടഞ്ഞിടുന്നു. കുറെ കാലം അങ്ങനെ വെറുതെ കിടന്നു. എന്ത് രസമുള്ള കാറാണെന്ന് എനിക്കിങ്ങനെ. ഇപ്പൊ വണ്ടി ഇവിടെ ഒരു മുമ്പിലൊരു കാറുണ്ട്, അവരിന്ന് ആളിറക്കാൻ വേണ്ടി നിർത്തിയപ്പോൾ ഇവിടെ നിർത്തിയതാണ്. അതിന്റെ റേറ്റിൽ നോക്കി കഴിഞ്ഞാൽ പല അടിപൊളി കാറുകൾ. എന്തുമാത്രം ഡിസൈൻ ഉണ്ട് അറിയോ ബെൻസിന്. ഒരു കാർ കമ്പനിക്കും ഇതേപോലെയുള്ള കിടക്കാച്ച ഡിസൈന്, ഇത്ര നല്ല ഡിസൈനുള്ള വണ്ടികൾ ഉണ്ടാവില്ല. ഒരുപാട് മോഡൽ ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ ഓഫീസിന്റെ അടുത്ത് എത്തി. ഇനി എവിടെങ്കിലും തണല് നോക്കിയിട്ട് ഒരു പാർക്കിംഗ്.
ബിൽഡിങ്ങിന് മുകളിൽ ഓഫീസ് ബിൽഡിങ്ങിന്റെ ഉള്ളിൽ പാർക്കിംഗ് ഉണ്ട്. ഓഫീസ് ടവറിന്റെ ഉള്ളിൽ പാർക്കിംഗ് ഉണ്ട്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരാൻ പറ്റില്ല. ഇപ്പം നമുക്കൊരു എവിടെയെങ്കിലും പെട്ടെന്ന് പോകണമെങ്കിലും ഇവിടെ ആകുമ്പോൾ വണ്ടി എടുത്തിട്ട് പെട്ടെന്ന് പോകാൻ പറ്റും. മറ്റേത് വളഞ്ഞ് തിരിഞ്ഞ് രണ്ടാമത്തെ ഫ്ലോറിലും മൂന്നാമത്തെ ഫ്ലോറിലൊക്കെയാണ് പാർക്കിങ്ങൾ. വളഞ്ഞ് തിരിഞ്ഞ് താഴേക്ക് എത്തുമ്പോഴത്തേനൊരു 3-4 മിനിറ്റ് എടുക്കും. അപ്പം ഞാൻ മിക്ക ദിവസങ്ങളിലും ഇവിടെയാണ് വണ്ടി ഇടാറ്. ആ 2 സിഗ്നലിൽ കെട്ടിക്കിടന്നതോടെ ഒരു 5 മിനിറ്റ് എടുത്തു. ആ 2 സിഗ്നൽ കൂടെ ഫ്രീ ആണ് വെച്ചാൽ 3 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തും. ഇന്ന് വ്യാഴാഴ്ച ഉച്ചക്ക് 1 മണി വരെയാണ് ഓഫീസ്. കുറച്ച് നേരത്തെ ഞാൻ ഇറങ്ങി, നല്ല വിശക്കുന്നുണ്ട്. വീടിൻ്റെ അടുത്ത് വണ്ടി പാർക്ക് ചെയ്തപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത്. മുമ്പേ കോർണിഷ് ഭാഗത്തൊക്കെ വെള്ളത്തിൽ കൂടെ പോണ ജെറ്റ്സ്കൈ അല്ലേ, ജെറ്റ്സ്കൈൻ്റെ ചെറിയ സാധനം അതിൻ്റെ വലുതും അങ്ങനെ കണ്ടിട്ടുള്ളൂ. വലിയ സാധനമാണല്ലേ, നമ്മൾ വെള്ളത്തിലിങ്ങനെ പോകുമ്പോൾ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നും, പക്ഷെ അതൊരു വലിയ അടാറ് സാധനം. സ്പീക്കറെല്ലാം കണ്ടിട്ട് കേട്ടോ, വെള്ളത്തിൽ ആസ്വദിച്ച് പോകാൻ പറ്റും. അടിപൊളി. 2 അതിൻ്റെ ഒരു കാരിയറും കാണുന്നുണ്ട്. ഇതിന്മേ 2 കൊണ്ടുപോകാനുള്ള കാരിയറാണിത്. കാരിയറും കൂടെ ഉണ്ട്. ഇത് ചെറുതാണ്, മറ്റേത് കുറച്ചും കൂടെ വലിയതാണ്. ഇത് കടൽ കൂടെ ഇങ്ങനെ പോണത് കാണാൻ നല്ല രസമാണ് കേട്ടോ. ചാടി 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 നിൽക്കുന്ന സാധനമാണിത്. സാധാരണ അവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യാറ്, പക്ഷെ അവിടെ ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടു. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കഴിക്കണതാണ്, പക്ഷെ ഇന്നൊന്നും കഴിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഇവിടെ 4 മണിയായി, നല്ല ചൂടിനൊരു ആശ്വാസമുണ്ട്. ഇന്ന് ഉച്ചവരെയുള്ള ഓഫീസ്, അതിനെ തന്നെ ഞാൻ ഇപ്പോഴാണ് പുറത്തിറങ്ങുന്നത്. ലാൻഡ് ക്രൂസർ ഒന്ന് കോലം മാറ്റിയിട്ടുണ്ടായിരുന്നു, പിന്നെ പഴയ മോഡൽ ഇറങ്ങിയോ. കിയയുടെ കാരൻസ് നാട്ടിലുണ്ടോ? കിയയുടെ ഇങ്ങനൊരു വണ്ടി നാട്ടിലുണ്ടോ?
എന്താ മോനെ പൂച്ച അങ്ങോട്ട് കയറി അർമാദിച്ചിട്ടുണ്ട്. വണ്ടി കഴിക്കാറായിട്ടുണ്ട്. വണ്ടിക്ക് ഒരു പ്രൊട്ടക്ഷൻ കവർ കൂടെ ഇട്ടിട്ടില്ലെങ്കിൽ ഇപ്പോഴെ തന്നെ ഇവിടെ തൊടാൻ പറ്റണില്ല, അത്രയും ചൂട്. ഇതും കൂടെ ഇല്ലെങ്കിൽ ഇതെല്ലാം ഉരുകിപ്പോവും. ഇപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം നോക്കിക്കേ. വണ്ടി സ്റ്റാർട്ടായി കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഓൺ ആവുള്ളൂ. അത് ഓണായി ഇപ്പം നമ്മൾ റേഡിയോയിലിട്ട് പിന്നെയും കുറച്ച് കഴിഞ്ഞാലാണ് ആ സാധനം വർക്ക് ചെയ്ത് തുടങ്ങുള്ളൂ. ചൂടാവുമ്പോഴൊരു പ്രശ്നമാണ്. മുമ്പ് ഇങ്ങനൊരു ഇതുണ്ടായിരുന്നില്ല. ഇതെന്താണെന്നറിയോ? ഇത് നല്ല വെയിലടിച്ചിട്ട് ഈ ഫങ്ഷനെല്ലാം പോവുക. ഈ ഒരു ആക്ഷനൊന്നും കിട്ടണില്ല. അപ്പോൾ അങ്ങനെ കവറിട്ട് കൊടുത്തതാ. എങ്ങനെയുണ്ട് ഐഡിയ? ഇതെല്ലാം ഉരുകി ഒട്ടിപ്പിടിക്കും. മുമ്പ് ഞാനൊരു പെൻഡ്രൈവ് വെച്ചിട്ട് അത് ഉരുകിയിട്ട് ഒട്ടിപ്പിടിച്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതാ. പരിപാടി വെച്ചാൽ ഒരു ചായ കുടിക്കണം. തൊട്ടടുത്തൊരു നൈമി കഫ്റ്റീരിയ ഉണ്ട്. അവിടുത്തെ ചായ ആക്കാം.